നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. അനന്തുവജിയുടെ ആത്മഹത്യ കുറ്റക്കാരെ പിടികൂടണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അബിൻ വർക്കിക്ക് വേദനയുണ്ടായത് സ്വാഭാവികമെന്ന് ചാണ്ടി ഉമ്മൻ MLA. പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥർ. വാഴൂർ ഇളപ്പുങ്കലിൽ ഓട്ടോറിക്ഷയും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർ തുരുത്തിപ്പള്ളിയിൽ ജോമോൻ മരിച്ചു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പാലായിൽ പുരോഗമിക്കുന്നു. കുതിപ്പ് തുടർന്ന് പാലാ ഉപജില്ല. സ്കൂളുകളിൽ പൂഞ്ഞാർ SMV മുന്നിൽ. വാർത്തകൾ വിശദമായി. RSS പ്രവർത്തകൻ അനന്തുവജിയുടെ ആത്മഹത്യയിൽ കുറ്റക്കാരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ പൊൻകുന്നത്ത് പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്നു. RSSനെതിരെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട ശേഷം ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി പൊൻകുന്നത്ത് യുവജന സംഘടനകളുടെ പ്രതിഷേധം. പോലീസ് അന്വേഷണം വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. അച്ഛന്റെ മരണശേഷം ഞാൻ ശാഖയിൽ പോയിട്ടില്ല. അതുവരെ ഞാൻ ശാഖയിൽ പോയിരുന്നു. മരിക്കുമ്പോൾ 24-25 വയസ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-20 കൊല്ലത്തിനടുത്ത RSSന്റെ ശാഖയിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അർത്ഥം. ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ ചെറിയ പ്രായം മുതൽ RSSന്റെ ക്യാമ്പുകളിൽ നിരന്തരമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയുന്നു, പുറത്തു പറയാൻ മടിയാണ്, നിരവധി ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് ദേശീയപാതയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രൊഫസർ റോണി K. ബേബി, സനോജ് പനക്കൽ, വിഷ്ണു പ്രസാദ്, ഷിനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി അംഗം JC തോമസ് പൊൻകുന്നത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ, ബ്ലോക്ക് സെക്രട്ടറി ഗൗതം ബാലചന്ദ്രൻ, ജയരാജ്, രാജേഷ് MP, അരുൺകുമാർ, പ്രഫുൽ പ്രസാദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. RSS ക്യാമ്പിലെ പീഡനത്തെ സംബന്ധിച്ച് യുവാവിന്റെ വീഡിയോ ഞെട്ടലുണ്ടാക്കിയെന്ന് രമേശ് ചെന്നിത്തല. RSS ക്യാമ്പിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം. അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. RSS ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. RSS പ്രവർത്തകൻ അനന്തുവജി മരണത്തിൽ ആരോപണ വിധേയനായ RSS നേതാവ് നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. രാവിലെ പ്രകടനമായി എത്തിയാണ് കപ്പാടുള്ള കടയുടെ ബോർഡ് ഉൾപ്പെടെ നശിപ്പിച്ചത്. സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് അടിച്ചു തകർത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അബിൻ വർക്കിക്ക് വേദനയുണ്ടായത് സ്വാഭാവികമെന്ന് ചാണ്ടി ഉമ്മൻ MLA. അബിൻ വർക്കി പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള നേതാവാണ്. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും
അഭിനയ് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ആർക്കും. വാഴൂർ ഇളപ്പുങ്കലിൽ ഓട്ടോറിക്ഷയും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഇളപ്പുങ്കലിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തുരുത്തിപ്പള്ളിയിൽ ജോമോനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. 15-ാം മൈൽ പെൻഷൻ ഭവന് സമീപം വെച്ച് ജോമോൻ ഓടിച്ച ഓട്ടോറിക്ഷയും 407 മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തകർന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് നാട്ടുകാർ ശ്രമപ്പെട്ടാണ് ജോമോനെ പുറത്തെടുത്തത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. പഞ്ചാബിനെ ലഹരിയിൽ മുക്കിയ സംഘം കേരളത്തിലേക്ക് ചുവടുമാറ്റുകയാണെന്നും ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. യുവാക്കളും പൊതുജനങ്ങളും രമേശ് ചെന്നിത്തലയോടൊപ്പം അണിചേർന്നു. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ യാത്ര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ദിയസ്കോറസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 11 ജില്ലകൾ പിന്നിട്ട ശേഷമാണ് ലഹരി വിരുദ്ധ യാത്ര കോട്ടയത്ത് എത്തിയത്. കോട്ടയത്ത് കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ യാത്ര കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന രാസലഹരിയുടെ ഉദ്ഭവവും വിപണനവും സർക്കാർ ഇടപെട്ട് അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പഞ്ചാബിന് ലഹരിയിൽ മുക്കിയ സംഘമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ചുവട് മാറ്റുന്നതെന്നും ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയമില്ല, ജാതി മത പരിഗണനകളില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനേരുകയാണ്. ഈ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. മഹാത്മജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രാസലഹരിയുടെ വേരിറക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ജാഥാംഗങ്ങൾക്ക് ക്യാപ്റ്റൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോട്ടയത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ യാത്രയിൽ അണിചേർന്നു. എംപിമാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, ചാണ്ടി ഉമ്മൻ, മുൻ മന്ത്രി KC ജോസഫ്, ജോസഫ് വാഴക്കൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തീപിടുത്തമുണ്ടായാൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. കളക്ടറേറ്റിന്റെ 2ാം നിലയിൽ തീപിടുത്തമുണ്ടാകുന്നതും അഗ്നിരക്ഷാ സേന എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതുമാണ് മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയത്. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോട്ടയം കളക്ടറേറ്റിൽ അഗ്നിസുരക്ഷാ മോക്ക് ഡ്രിൽ നടത്തി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ. തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട അടിയന്തര ദുരന്ത പ്രതികരണ നടപടികൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം. കളക്ടറേറ്റിലെ 2ാം നിലയിലെ ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളുമാണ് മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയത്. ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ, ഹസാൻഡ് അനലിസ്റ്റ് സുസ്മി സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പാലാ ഉപജില്ല മുന്നേറ്റം തുടരുന്നു. സ്കൂൾ വിഭാഗത്തിൽ പൂഞ്ഞാർ SM VHS ആണ് മുന്നിൽ. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റവന്യൂ ജില്ലാ കായികമേളയിൽ 13 ഉപജില്ലകൾ തിളക്കമാർന്ന പോരാട്ടത്തിലാണ്. പാലാ സെന്റ് തോമസ് സ്കൂൾ കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനത്തിൽ ജില്ലാ സ്കൂൾ കായികമേളയിൽ പാലാ സബ് ജില്ല ബഹുദൂരം മുന്നിലായി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ SM VHS പൂഞ്ഞാർ സ്കൂളുകളിൽ 2ാമതാണ്. ഉപജില്ലയിൽ 2ാമതായി കാഞ്ഞിരപ്പള്ളിയും 3ാമതായി ഈരാറ്റുപേട്ടയും ലീഡ് ചെയ്യുന്നു. തകർന്നു കിടക്കുന്ന ട്രാക്കിൽ വളരെ കരുതലോടെയാണ് പ്രകടനം. ട്രാക്ക് തകർന്നു കിടക്കുന്നത് കുട്ടികളുടെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രകടനത്തിൽ പരിശീലകർക്കും ആശങ്കയുണ്ട്. ഇന്ന് പുതിയ 4 മെയിൽ റെക്കോർഡുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. തേനിനും തേൻ ഉൽപ്പന്നങ്ങൾക്കും വിദേശ വിപണി കണ്ടെത്തുമെന്ന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച തേൻ മധുരം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു.
കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേൻ മധുരം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. തേനിനും തേൻ ഉൽപ്പന്നങ്ങൾക്കും ന്യായവില ലഭ്യമാക്കുവാൻ വിദേശ വിപണി കണ്ടെത്തുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുക്കുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ഷക്കീല നസീർ, TJ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, TS കൃഷ്ണകുമാർ, രത്നമ രവീന്ദ്രൻ, ജൂബി അഷ്റഫ്, അനു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. തേൻ കർഷകർക്ക് ആവശ്യമായ തേനീച്ചയും പെട്ടികളും, എക്സ്ട്രാക്ടർ, സ്മോക്കർ, തൊപ്പി, നൈഫ്, നെറ്റ് എന്നിവയും സൗജന്യമായി വിതരണം ചെയ്തു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വിഴുക്കത്തോട് കേന്ദ്രമായി തേൻ സംസ്കരണ യൂണിറ്റും സ്ഥാപിക്കും. 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 5 കർഷക ഗ്രൂപ്പുകൾക്ക് ഇവ വിതരണം ചെയ്യും. 7 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സനാതന ധർമ്മവും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി സന്യാസിവര്യന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി. ഒക്ടോബർ 7-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ സന്യാസി വര്യന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര കോട്ടയത്തെത്തി. കേരളീയ സമൂഹം നേരിടുന്ന ധാർമ്മിക ച്യുതിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ധർമ്മ സന്ദേശയാത്ര. ചൂഷണം പോലുള്ള ദുരവസ്ഥകളിൽ നിന്ന് ഹിന്ദു സമാജത്തെ രക്ഷിക്കുവാനുള്ള ആഹ്വാനവുമായാണ് കേരളത്തിലെ എല്ലാ പരമ്പരകളിലും ഉള്ള സന്യാസിമാർ ധർമ്മ സന്ദേശയാത്രയായി ഒക്ടോബർ 7-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്നത്. രാവിലെ കോട്ടയത്തെത്തിയ സന്യാസി വര്യന്മാരെ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ആനയിച്ചു. നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭിന്നശേഷി പ്രശ്നത്തിൽ സർക്കാർ അടിയന്തര ഉത്തരവിറക്കണമെന്ന് എപ്പിസ്കോപ്പൽ സഭ. സർക്കാർ തരുന്ന ലിസ്റ്റിൽ നിന്നും യോഗ്യരായവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഭിന്നശേഷി പ്രശ്നം കോടതിയിലേക്ക് വലിച്ചിഴക്കാതെ സർക്കാർ സഭയ്ക്കായി അടിയന്തര ഉത്തരവ് ഇറക്കണമെന്നും എപ്പിസ്കോപ്പൽ സഭയുടെ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. ഭിന്നശേഷി നിയമനത്തിലൂടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കുവാനും നിയമിക്കാനുള്ള അധികാരം കവർന്നെടുക്കാനുള്ള ശ്രമത്തെ യോഗം അപലപിച്ചു. ഗവൺമെന്റ് തരുന്ന ലിസ്റ്റിൽ നിന്നും യോഗ്യരായവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് നടപ്പിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. സുറിയാനി സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബസാലിയോസ് മാർത്തോമ മാത്യൂസ് കത്തോലിക്ക ബാവ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനന്തുവജിയുടെ ആത്മഹത്യ കുറ്റക്കാരെ പിടികൂടണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം. യൂത്ത് കോൺഗ്രസുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അബിൻ വർക്കിക്ക് വേദനയുണ്ടായത് സ്വാഭാവികമെന്ന് ചാണ്ടി ഉമ്മൻ MLA. പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥർ. വാഴൂർ ഇളപ്പുങ്കലിൽ ഓട്ടോറിക്ഷയും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർ തുരുത്തിപ്പള്ളിയിൽ ജോമോൻ മരിച്ചു. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പാലായിൽ പുരോഗമിക്കുന്നു. കുതിപ്പ് തുടർന്ന് പാലാ ഉപജില്ല സ്കൂളുകളിൽ പൂഞ്ഞാർ SMV മുന്നിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.